Okay. It's a great joy for us to be part of today's worship over the Zoom. സൂം വഴിയുള്ള ഇന്നത്തെ ആരാധനയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. Yesterday when James Jan was mentioning about this, I was wondering what to talk to God's people at a time like this. ഇന്നലെ ഈ ശുശ്രൂഷയെ കുറിച്ച് സഹോദരൻ പറഞ്ഞപ്പോൾ ദൈവജനത്തോട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് പങ്കുവയ്ക്കേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. So as a family we have been going through the pre-exilic and exilic books, so Obadiah, Joel and such books. So then we thought it is appropriate to talk from the book of Joel. കുടുംബമായിട്ട് പ്രിയ സഹോദരന് ബാബേൽ പ്രവാസത്തിന് മുമ്പും പിമ്പുമുള്ള പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓബദ്യാവ്, യോവേല്, ഇങ്ങനെയുള്ള പുസ്തകങ്ങള്. അതുകൊണ്ട് ഇന്ന് സന്ദേശത്തിനായിട്ട് യോവേൽ പുസ്തകത്തിൽ നിന്നുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കാം എന്ന് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിച്ചു. It is good to study this in the chronological order. ഇത് കാലഗണനയെ അനുസരിച്ച് പഠിക്കുന്നത് വളരെ നല്ലതാണ്. So that's why when we come to the books, the first one in that section would be the book of Obadiah, and then comes Joel, to the extent we can date Joel. നമുക്ക് ഈ പുസ്തകങ്ങളുടെ കാലഗണന കണക്കാക്കാൻ പറ്റുന്നതനുസരിച്ച് ആദ്യം വരുന്ന പുസ്തകം ഒബദ്യാവാണ്. അത് കഴിഞ്ഞ് ഉള്ള കാലഘട്ടമാണ് യോവേൽ പ്രവാചകന്റെ കാലഘട്ടം. And when we read Joel, and the very first chapter, it is going like this: hear this, you elders, listen, all who live in the land. Has anything like this ever happened in your days or in the days of your forefathers? ഈ പുസ്തകം ആരംഭിക്കുന്നത് മൂപ്പന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. And we are also at a time like that. നമ്മളും അങ്ങനെയുള്ള ഒരു കാലത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. So then I thought it is good for us to meditate from the book of Joel. Pardon, brother? Pardon? Then I thought it was good for us to meditate from the book of Joel, and I wish and pray that this may be an encouragement for all of us to study the book of Joel. It's a small book with just 3 chapters. ആ ഒരു പശ്ചാത്തലത്തില് ഈ യോവേലിന്റെ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത് ദൈവജനത്തിന് പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ഈ പുസ്തകത്തിൽ ആകെ 3 അധ്യായങ്ങൾ മാത്രമേ ഉള്ളല്ലോ. And we will focus our attention today in chapter 2. നമ്മൾ ഇന്ന് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് 2-ാമത്തെ അധ്യായത്തിലാണ്. Joel's time was a terrible time, and especially when this prophecy was written. ഈ പ്രവചനം എഴുതിയ കാലഘട്ടം പ്രത്യേകിച്ചും യോവേൽ പ്രവാചകന്റെ കാലഘട്ടം പൊതുവെയും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടമായിരുന്നു. To the extent we can find out the dates, it was a wicked queen, the queen Athaliah, who was ruling the people of Israel. നമുക്ക് കാലം കണക്കാക്കാവുന്നതിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, യോവേൽ പ്രവാചകന്റെ കാലത്ത് വളരെ ദുഷ്ടയായ ഒരു രാജ്ഞിയായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്, അഥല്യ എന്ന് പറയുന്ന രാജ്ഞി. 7-year rule of Athaliah, and Athaliah's mother Jezebel. We know the history of Israel, and Jezebel's daughter getting married to a king in Judah, Jehoram, and the 7-year rule of Athaliah is the context of Joel. അഥല്യയുടെ 7 വർഷത്തെ ദുഷ്ടഭരണവും അതിനു മുമ്പേ അഥല്യയുടെ മാതാവായ ഇസബേലിന്റെ ഭരണവും, അതുപോലെ തന്നെ യഹൂദയിലെ ഒരു രാജാവിന് ഈ ഇസ്രയേൽ രാജ്യത്ത് നിന്ന് ഒരു മകളെ വിവാഹം ചെയ്തു കൊടുത്ത ആ പശ്ചാത്തലത്തിലും ഒക്കെയാണ് ഈ യോവേലിന്റെ പ്രവചന കാലം ഉൾക്കൊള്ളുന്നത്. I know in this group there are a lot of Bible teachers, and even my translator James Jain also is a good Bible teacher.
maybe all of us together studying this book, it is good. ഈ ഗ്രൂപ്പില് വചനം പഠിപ്പിക്കാൻ കഴിവുള്ള പലരും ഉണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഈ പുസ്തകം പഠിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് ചിന്തിക്കുന്നു. Yeah. So chapter 1 of Joel talks about a locust invasion that has already happened. ഒന്നാമത്തെ അധ്യായം ഒരു വെട്ടുക്കിളിയുടെ ആക്രമണം ദേശത്തിന് ഉണ്ടായ ഈ കഴിഞ്ഞ ശേഷം ഉള്ള കാര്യങ്ങൾ ആണ് വർണ്ണിക്കുന്നത്. So it has to be studied at the context of a wicked queen but a terrific administrator, and a lot of good things in the administrative side happening, yet the people of God are in peril. ഇത് വളരെ ദുഷ്ടയായ ഒരു രാജ്ഞിയുടെ ഭരണകാലമാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു ഭരണകർത്താവും ഉണ്ടായിരുന്നു. എന്നാൽ പല കാര്യങ്ങളും ഭരണരംഗത്ത് നല്ലതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടമായിരുന്നു അത്. You know, an alliance between Israel and Judah would have been looked at as a good administrative reform, like in our times, though only in the prophetic angle or only in a godly angle, we may say that it may not be good. So many people would have considered Jehoram and Athaliah as good administrators within the country of Judah. ഇന്നത്തെ രാഷ്ട്രമീമാംസ തത്വങ്ങളൊക്കെ അനുസരിച്ച് യഹൂദയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം തീർച്ചയായിട്ടും നല്ല ഒരു കാര്യമാണെങ്കിലും വിശ്വാസികളുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ അത് ദൈവം അംഗീകരിക്കാത്ത ഒരു ബന്ധമാണെന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് യോരാം ഇസ്രയേലിന്റെ ദുഷ്ടതയാർന്ന ഭരണകൂടത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹ ബന്ധത്തിലൂടെ സ്വീകരിക്കുന്ന കാര്യം. So in the worldly way, they might have been on a good, there may be reasons for many people to think that it is a good rule, but on a godly viewpoint, the country was in terrible times, and that was the time the locust invasion happens. ഭൗതികമായ രീതിയിലൊക്കെ പറഞ്ഞാല് വളരെ നല്ല പല കാര്യങ്ങളും നടക്കുകയാണ്. എന്നാൽ ആത്മീയ വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഒരു വല്ലാത്ത കാലമായിരുന്നു ഈ കാലം. ആ സമയത്താണ് വെട്ടുക്കിളിയുടെ ആക്രമണം സംഭവിക്കുന്നത്. The locust invasion has left them with a terrific outcome, that no green, in chapter 1 when we read, we find that the trees have become white, which means that even the barks of the trees have been eaten by the locusts. ഈ വെട്ടുക്കിളിയുടെ ആക്രമണം വളരെ കഷ്ടകരമായ ഒരു അവസ്ഥയിലാണ് രാജ്യത്തെ ദേശത്തെ കൊണ്ടെത്തിച്ചത്. നമ്മളവിടെ വായിക്കുന്നത് മരങ്ങൾ പോലും വെളുത്തിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ മരങ്ങളുടെ തോടുകൾ പോലും ഈ വെട്ടുക്കിളികള് തിന്നു തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. At that point of time, when the country is in that kind of pain, that is when Joel as a prophet speaks. രാജ്യം അങ്ങനെ ഒരു വലിയ വേദനയേറിയ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യോവേൽ പ്രവാചകന് തന്റെ പ്രവചനങ്ങൾ നടത്തുന്നത്. And that in chapter 2 we find he starts with blow the trumpet in Zion, sound an alarm in the holy hill, for the Lord, the day of the Lord is coming. രണ്ടാം അധ്യായം തുടങ്ങുന്നത് സിയോനിൽ കാഹള ഊതുവീൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. Can you imagine, even while we are going through this corona season, if someone calls up and say that a more terrible thing is going to come, the day of the Lord is going to come? നമുക്ക് ഇത് സങ്കല്പിക്കാൻ കഴിയുമോ? ഈ കൊറോണ പോലുള്ള ഒരു വലിയ പ്രശ്നം ദേശത്തെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ ഒരു അനൗൺസ്മെന്റ് വരികയാണ്, ദൈവത്തിന്റെ ദിവസം ഇതാ വരുന്നു എന്ന്. And incidentally, that is what Joel has done. വാസ്തവത്തില് യോവേൽ പ്രവാചകൻ ചെയ്ത് അതാണ്. As if this locust swarm was not enough, something more terrific is going to come. ഈ വെട്ടുക്കിളിയുടെ ആക്രമണം പോരാ എന്നുള്ളത് പോലെ അതിനേക്കാളും കൂടുതൽ ഘോരമായ ഒരു കാര്യം ഇതാ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന മട്ടിൽ.
in chapter 2, we can divide that into 4 sections. The chapter 2, verse 1 to 11 is the announcement as a terrible repetition of the locust swarm. A similar pestilence can hit them. And he ഈ called it ഭാഗത്തെ as the ഈ day of the Lord. അധ്യായത്തെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. രണ്ടാമത് 2ന്റെ 1 തൊട്ട് 11 വരെ ഈ കഴിഞ്ഞുപോയ വെട്ടുക്കിളിയുടെ ആക്രമണത്തെ പോലെ തന്നെ മറ്റൊരു ബാധ ഇതാ വരാനായിട്ട് പോകുന്നു. അതിനെ വിളിക്കുന്നത് ദൈവത്തിന്റെ ദിവസം എന്നാണ്, കർത്താവിന്റെ ദിവസം എന്നാണ്. കർത്താവിന്റെ ദിവസം എന്നാണ് അവനെ. Yeah, incidentally, the previous prophet, that is Obadiah, he also uses the word day of the Lord, day of the Lord. And from then onwards, we find till our times the day of the Lord as a phrase. നമുക്കറിയാം ഓബദ്യാവും കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും വീണ്ടും നമ്മൾ അടിക്കടി കേൾക്കുന്ന ഒരു പ്രയോഗമാണ് കർത്താവിന്റെ ദിവസം എന്നത്. And even we use that term, day of the Lord is coming. നമ്മളും പലപ്പോഴും പറയാറുണ്ട് കർത്താവിന്റെ ദിവസം വരുന്നു എന്ന്. And in fact, it started with all the prophecies in the scripture. That is, the earliest of that in very visible terms would be Enoch's prophecy. I see, thousands upon thousands people coming to judge the world. ഇതിന് സമാനമായ പ്രവചനങ്ങള് ഭാഗങ്ങള് നാം മുമ്പേ തന്നെ കാണുന്നുണ്ട്. ഈനോക്കിന്റെ പ്രവചനത്തിലും അവൻ പറയുന്നുണ്ട് 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് ലോകത്തെ വിധിക്കാൻ വരുന്നെന്ന്. That's what we find in Jude. അത് യൂദയുടെ പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത്. If we chronologically arrange all the prophecies toward the second coming of Christ, I would say that in very apt words, it is BC 3500, around that time, Enoch who is prophesying about the second coming of Christ. കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് നമ്മൾ കാലഗണനയൊക്കെ നോക്കിയാല് ഈനോക്ക് അതിനെക്കുറിച്ച് പറഞ്ഞത് BC 3500 അടുപ്പിച്ചാണ്. So from then onwards, people had the expectation of the coming of the Lord, or even the day of the Lord. ആ കാലം തൊട്ട് കർത്താവ് വരുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ ഭക്തന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. Today in our worship time, our dear brother was remembering about Job prophesying about it, that my Redeemer will stand on the earth and my own eyes will see it, and at that time even our bodies will be transformed. നമ്മള് ആരാധനാ സമയത്ത് സഹോദരന് ധ്യാനചിന്ത പറഞ്ഞപ്പോഴ് ഇയ്യോബിന്റെ പ്രതീക്ഷയെ കുറിച്ചുള്ള ആ ഭാഗം പറഞ്ഞല്ലോ. കർത്താവ് വരും, അപ്പോൾ ഞാൻ ദേഹസഹിതനായി അവനെ കാണും, ഞാൻ പൊടിമേൽ നിൽക്കും എന്നൊക്കെയുള്ള കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രതീക്ഷ. But Joel, when he is writing in chapter 2, he is also writing, it is the day of the Lord is coming, but he is describing that it may be like the locust pestilence or locust swarm which they already had. It will be like an army coming. രണ്ടാം അധ്യായത്തില് യോബേല് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ താരതമ്യപ്പെടുത്തുന്നത് അവർക്ക് നേരത്തെ അനുഭവവേദ്യമായ ആ വെട്ടുക്കിളിയുടെ ആക്രമണത്തോടാണ്. ഒരു വലിയ സൈന്യ സമൂഹം വരുന്നത് പോലെ ഇതാ വരുന്നു എന്നാണ് അവൻ പ്രവചിക്കുന്നത്. Actually, when we look at the biblical prophecies, before the fulfillment, there may be many times the foreshadows of it, almost a similar time, similar things happening. Yes, this is the way it is going to come. So the locust, so the locust swarm is kind of the foreshadow of the Lord's coming. സാധാരണ പ്രവചനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ഭാഗിക നിവൃത്തികളെ കുറിച്ച് പറയാറുണ്ട്. അത് കുറേശ്ശെ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിന് മുമ്പേ അനുഭവവേദ്യമായി തീരാറുണ്ട്. ഒരു പക്ഷെങ്കില് ഈ വെട്ടുക്കിളിയുടെ അനുഭവം അവരെ സംബന്ധിച്ച് കർത്താവിന്റെ നാളിനെ ഓർപ്പിക്കുന്ന ഒരു
ഭാഗിക നിവൃത്തിയുടെ അനുഭവമായിരുന്നിരിക്കാം. Something that will look like the Lord's coming. So the day of കർത്താവിന്റെ നാളിനോട് സമാനമായ അതുപോലെ ഇരിക്കുന്ന ഒരു അനുഭവം. So in Joel chapter 2 we find that he warns people, blowing a trumpet. Blowing a trumpet means announcement that the day of the Lord is coming, and he describes it from chapter 1 verse 1 to 11. 1:11 തൊട്ട് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള അവരുടെ കാഹളമൂതിയുള്ള പ്രഖ്യാപനത്തെ കുറിച്ച് പറയുന്നതാണ് നമ്മൾ വായിക്കുന്നത്. When we study further from 12 to 17, we find that what we are supposed to be doing as God's people. രണ്ടാമത്തെ ഭാഗം 12 തൊട്ട് 17 വരെയാണ്. അവിടെ ദൈവജനമായ നാം എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടതുള്ളത് എന്നാണ് വിശദീകരിക്കുന്നത്. He is not telling, okay, the Lord is coming, therefore we can be comforted, but he is telling the Lord's day is coming, therefore we need to have a time of repentance. അവിടെ പ്രവാചകന് കർത്താവിന്റെ ദിവസം വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷത്തോടെ വളരെ ഇതായിട്ട് വളരെ സംതൃപ്തിയോടെ ഇരിക്കാം എന്നല്ല പറയുന്നത്. കർത്താവിന്റെ നാള് വരുന്നത് കൊണ്ട് നിങ്ങളെ തന്നെ താഴ്ത്തി അനുതപിക്കണം എന്നാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. The call to repentance is very powerful here. Even now declares the Lord. I'm reading from verse 12. Even now declares the Lord, return to me with all your heart, with fasting and weeping and mourning. Rend your heart, not your garments. Return to the Lord your God. 12-ാം വാക്യം തൊട്ട് ഒരു വലിയ ആഹ്വാനമാണ്, സ്വയം താഴ്ത്താനായിട്ട് പശ്ചാത്തപിക്കാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന യഹോവയുടെ അരുളപ്പാട്. So God is encouraging his people that at this point, when the nation is going through such kind of a terrible time, enter into a time of repentance, a repentance on behalf of the people. ഇങ്ങനെ ഒരു കാലം ആ ദേശത്തെ ഗ്രസിക്കാനായിട്ട് പോകുമ്പോൾ പ്രവാചകന് ദൈവം അവരോട് ആഹ്വാനം ചെയ്യുന്നത്, നിങ്ങളെ തന്നെ താഴ്ത്തുവീൻ, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറുവീൻ. The intercession is a great ministry. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ശുശ്രൂഷ തന്നെയാണ്. Even after the call of, that God will make him a great nation, Abraham was not fully comforted about that when he was seeing the things around. He was an intercessor for Sodom and Gomorrah. നമ്മള് അബ്രഹാമിനെ കുറിച്ച്, അബ്രഹാമിനെ ഒരു വലിയ ജാതിയാക്കും എന്നുള്ള വാഗ്ദത്തം ലഭിച്ചു കഴിഞ്ഞും അബ്രഹാം അതില് വിശ്രമം പ്രാപിക്കുകയല്ലായിരുന്നു, പകരം സോദോം ഗൊമോറയ്ക്ക് വേണ്ടി താന് ഇടിവിൽ നിൽക്കുകയായിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. As the history rolls further, we find Moses as an intercessor. അതുപോലെ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മോശയെയും കാണുന്നുണ്ട്. A person who is going and telling to the Lord, for the sake of your promises, Lord, spare this people. And though we can find the Lord is offering him that I will make you a great nation. മോശയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്, ദൈവം മോശയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന്. അപ്പം മോശ ദൈവത്തോട് അവർക്ക് വേണ്ടി വാദിക്കുകയാണ്, ഇല്ല, നിന്റെ വാഗ്ദത്തത്തിന് എതിരായിട്ട് നീ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്ന്. What a beautiful sense of intercession in Moses. മോശ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ എത്രയോ മനോഹരമായ ഒരു മാതൃകയാണത്. In a similar way, Joel is encouraging people, now rend your heart and not your garments, and cry out to the Lord, please pray. അതുപോലെ യോവേലും അതേ അർത്ഥത്തില് ജനങ്ങളോട് പറയുക, നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ
കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് വരുവീൻ. I want you to have a close look at verse 17 and 18, where he is telling, let the priests who minister before the Lord weep between the temple porch and the altar. Let them say, spare your people, O Lord. Do not make your inheritance as an object of scorn or a byword among the nations. 17ഉം 18ഉം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. 17ാം വാക്യത്തില് യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ പൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യേ കരഞ്ഞും കൊണ്ട്, യഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്ദയ്ക്ക് ഏൽപ്പിക്കരുതേ എന്ന് പറയുകയാണ്. Spare your people, O Lord. നിന്റെ ജനത്തെ കർത്താവേ നീ ഒഴിവാക്കണമേ. See, actually, spare your, in English translation, do not make your inheritance as an object of scorn. നിന്റെ അവകാശത്തെ നിന്ദയ്ക്ക് ഏൽപ്പിക്കരുതേ. Who is ruling the Israel, the Judah at that point of time? Athaliah, a pagan, who should have been ruling, someone from the Davidic line. So the inheritance was almost an object of scorn at that point of time by seeing somebody sitting on the throne. ഈ സമയത്ത് യഹൂദയെ ഭരിക്കുന്നത് ഒരു വിജാതീയ രാജ്ഞിയാണ്. വാസ്തവത്തില് അപ്പോഴ് അവരെ ഭരിക്കേണ്ടത് ദാവീദിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ആരെങ്കിലുമാണ്. എന്നാൽ ഇന്ന് ഇതാ വിജാതീയയായ ഒരു രാജ്ഞി അവരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് വളരെ വളരെ നിന്ദയ്ക്ക് പാത്രീഭൂതരായിക്കൊണ്ടിരിക്കുകയാണ്. We know the history. നമുക്ക് ചരിത്രം അറിയാം. When Athaliah was the one who was doing the palace massacre, God used Jehosheba, the the wife of Jehoiada, to hide Joash, and the inheritance of God's kingdom continued in that line. ഈ അഥല്യ കൊട്ടാരത്തിലുള്ള അനേകരെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴ് യഹോയാദയുടെ പുരോഹിതന്റെ ഭാര്യ അതില് ഒരു കുഞ്ഞിനെ, യോവാശിനെ എടുത്ത് ഒളിപ്പിച്ചു വെച്ച് അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് ദാവീദിന്റെ സന്തതികളെ സംരക്ഷിക്കുന്നത് നമ്മൾ അവിടെ കാണുകയാണ്. God uses a family who was under threat, that is Jehoiada and Jehosheba, to use that, to preserve that inheritance for him. ദൈവം ഒരു കുടുംബത്തെ ഉപയോഗിക്കുകയാണ്, യഹോയാദ പുരോഹിതനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഈ ദാവീദിന്റെ സന്തതിയെ സംരക്ഷിക്കാനായിട്ട്. So, and Joel is telling here, let the priest who minister before the Lord weep between the temple porch and the altar. And if you study the history further, what happened in the space between the temple porch and the altar 7 years after the massacre, we know, when Athaliah was removed and Joash coming to power, or Joash. നമ്മളിവിടെ വായിക്കുന്നത് പുരോഹിതന്മാരോട് പൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യേ നിന്ന് കരഞ്ഞ് വിലപിക്കാനായിട്ടാണ് 7 വർഷം കഴിഞ്ഞത്. 7 വർഷം കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ഈ അഥല്യയെ മാറ്റി അവിടെ ദൈവിക ഭരണം ഏർപ്പെടുത്തപ്പെടുകയാണ്. So the same place where the priests were weeping and crying to the Lord became a place when later a celebration where Joash is enthroned. ഈ പൂമുഖത്തിനും അതുപോലെ യാഗപീഠത്തിനും ഇടയ്ക്കുള്ള അതേ സ്ഥലത്ത്, അതായത് പുരോഹിതന്മാരോട് എവിടെ നിന്ന് കരയാൻ പറഞ്ഞുവോ അതേ സ്ഥലത്ത് തന്നെയാണ് പിന്നെ യഹോവാശിനെ രാജാവായി വാഴിക്കുന്ന ഏറ്റവും ആനന്ദത്തിൻ്റെതായ ആ വലിയ സംഭവം പിന്നീട് സംഭവിക്കുന്നത്. So God is calling out that, reminding them for the day of the Lord is near, but also he is telling, even now declares the Lord, return to me. That is calling for repentance, and in that repentance crying out to the Lord, spare your people, preserve your inheritance. ഈ സമയത്തും ദൈവം അവരോട് പറയുക, ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് എന്റെ അടുക്കിലേക്ക് വരിക, മാത്രമല്ല അങ്ങനെയാണെങ്കിൽ
ദൈവത്തിന്റെ ആ ജനത്തിന്റെ ആ വലിയ അവകാശത്തെ ദൈവം സംരക്ഷിക്കാം എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. And verse 18 onwards, the third section in chapter 2, we find God's reply. 18 തൊട്ടാണ് ഇതിന്റെ ഈ രണ്ടാമത്തെ അധ്യായത്തിന്റെ മൂന്നാം ഭാഗം വരുന്നത്. അവിടെ നാം കാണുന്നത് ദൈവത്തിന്റെ മറുപടിയാണ്. It's so beautiful in chapter 2 verse 18. Then the Lord will be zealous for his land and take pity on his people. When we cry out to the Lord, God will be zealous for his people. 18-ാം വാക്യം വളരെ മനോഹരമാണ്. അവിടെ പറയുന്നത് യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിക്കുമെന്നാണ്. നമ്മള് കർത്താവിനോട് കരയുമ്പോൾ അവന് ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിക്കുന്നവനാണ്. The chapter 2, the whole of chapter 2 is in the future tense. Will be. And that's the way the chapter 2 is. Chapter 1 is something that happened, that is the locust swarm. Chapter 2 is the forewarning, something is going to happen. ഒന്നാം അധ്യായം ഭൂതകാല കാര്യമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരെ ആ വെട്ടുക്കിളിയുടെ വെട്ടുക്കിളിയുടെ കൂട്ടം ആക്രമിക്കുന്നതിനെ കുറിച്ചാണ്. എന്നാൽ രണ്ടാം അധ്യായത്തില് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഭൂതകാല പ്രയോഗമായിട്ടാണ് രേഖപ്പെടുത്തിയായിട്ട് നാം കാണുന്നത്. So in other words, though the announcement of a pestilence or a deeper crisis is there, if we repent, it will be changed to a level that God will be zealous for his people and preserve us, if not change that plan. ഈ ഭാഗത്ത് രണ്ടാം അധ്യായത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് ഒരു വലിയ മഹാബാധ വരാനായിട്ട് പോകുന്നുണ്ടെങ്കിലും തന്റെ ജനങ്ങൾ പശ്ചാത്തപിക്കുകയും ദൈവസന്നിധിയില് ഹൃദയങ്ങളെ കീറി കരയുകയും ചെയ്താല് കർത്താവ് ഒരു പക്ഷേല് ആ കർത്താവ് ഉദ്ദേശിച്ച കാര്യം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അതില് ഇടപെട്ട് ആശ്വാസം അയക്കുകയോ ചെയ്യും എന്നുള്ളതാണ്. That is why the prophet is very carefully using the word day of the Lord, which will not change, but the description which is there, which is almost look like a foreshadow of the day of the Lord, that is averted. ഇവിടെ പ്രവാചകന് കർത്താവിന്റെ ദിവസം വരും എന്നാണ് അവരോട് പറയുന്നത്. കർത്താവിന്റെ ദിവസം നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അതിൽ വ്യതിയാനം വരാനായിട്ട് പോകുന്നില്ല. എന്നാൽ അവർക്കുണ്ടാകാവുന്ന അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളില് അനുകൂലപരമായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് ചെയ്യും എന്നാണ് ഈ ഭാഗത്ത് വെളിപ്പെടുത്തുന്നത്. So the Lord is hearing and giving them a promise. കർത്താവ് അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവർക്കൊരു വാഗ്ദാനം നൽകുകയും ചെയ്യുകയാണ്. And 25 and 26, we always remember, I will repay to you for the years the locusts have eaten, the great locust and the young locust and the other locust and the locust swarm, with my great army which I sent among you. 25-26 വാക്യം വളരെ മനോഹരമാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. So what a wonderful promise the Lord is giving to the people who are crying out to the Lord. കർത്താവിന്റെ അടുത്തേക്ക് കരച്ചിലുമായിട്ട് കരയുന്ന തന്റെ ജനത്തോട് ദൈവം നൽകുന്ന ജനത്തിന് ദൈവം നൽകുന്ന വാഗ്ദത്തം എത്ര മനോഹരമാണ്. The promise of restoration. അവരെ പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള വാഗ്ദത്തം. And in the last section of chapter 2, verse 28 onwards, it is still so beautiful that he is telling that the restoration is going to continue to greater dimensions. 28 മുതലുള്ളതാണ് ഈ അധ്യായത്തിന്റെ 4-ാമത്തെ ഭാഗം. അവിടെ ഇവരെ പുനഃസ്ഥാപിച്ച ശേഷമുള്ള അതിലും മനോഹരമായ പല കാര്യങ്ങളെ കുറിച്ചുമാണ് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നത്. So that is where the coming of the Holy Spirit is prophesied. അവിടെയാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നതിനെ കുറിച്ച് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. And afterwards I will pour out my spirit to all people. Your sons and daughters will prophesy.
Your old men will see dreams and young men will see visions. അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. And the promise of a salvation, everyone who calls in the name of the Lord will be saved. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുള്ള രക്ഷയുടെ വാഗ്ദത്തം. And what further is going to happen is there in chapter 3. അതിനുശേഷം പിന്നീടും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. Why I've described all chapter 3 is to generate an appetite for all of us to have section-wise study of this book. ഈ പുസ്തകത്തിന്റെ ഭാഗമായിട്ട് വകതിരിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു താല്പര്യം സൃഷ്ടിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. So what as people of God we should be doing at a time like this? Let us come to our times 2020. നമ്മുടെ ഈ ഇതുപോലുള്ള ഒരു സമയത്തിലേക്ക് വന്നിരിക്കുന്ന, അതായത് 2020 പോലുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്ന ദൈവജനം എന്താണ് ചെയ്യേണ്ടത്? What can we learn from the book of Joel for an application today? നമ്മുടെ ജീവിതത്തിലെ പ്രയോഗവൽക്കരിക്കത്തക്ക വിധത്തില് ഒരു പാഠം എന്താണ് ഈ യോവേൽ പ്രവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്? Joel's time, as we have seen, is soon after. Joel prophesied at a time when the nation has seen a tragedy which any other generation before has seen. That is what we see in chapter 1, verse 2 and 3. യോവേലിന്റെ പുസ്തകം എഴുതുന്ന സമയത്ത് ദേശത്തൊരു വലിയ വിപത്ത് അതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു മഹാവിപത്ത് സംഭവിച്ചു കഴിഞ്ഞ കാലത്താണ് യോവേല് എഴുതുന്നത്. 1-ാമത്തെ അധ്യായത്തില് നമ്മൾ അതിന്റെ വിശദീകരണങ്ങൾ കാണുന്നുണ്ട്. We are also a time like that. We are at a time when never before this kind of a thing has happened. നമ്മൾ അതുപോലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു കാര്യം ഇതുവരെ സംഭവിച്ചിട്ടില്ല. In varied ways, that description is coming through our WhatsApp. How the world is going to be after this virus attack, we do not know. No one have any manual to handle the post corona days. ഇന്ന് നമ്മളെ ബാധിച്ചിരിക്കുന്ന കൊറോണയ്ക്ക് അല്ലെങ്കിൽ കോവിഡിന് ശേഷം ലോകത്തിൽ ലോകം അവശേഷിക്കപ്പെടുന്നത് ഏതവസ്ഥയിലായിരിക്കും എന്നുള്ളതിന് ആർക്കും ഒരു ധാരണയുമില്ല. നമുക്ക് പല സന്ദേശങ്ങളും വാട്സാപ്പ് വഴിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ആ കാലഘട്ടത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടെന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു പ്രത്യേക നിർദ്ദേശങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളൊന്നും ലഭ്യമല്ലല്ലോ. The world is in panic. ലോകം ആകപ്പാടെ ഭയങ്കരമായിട്ട് പരിഭ്രമിച്ചിരിക്കുകയാണ്. What shall we do as people of God? എന്നാൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്യണം? We should do what Joel did. യോവേൽ പ്രവാചകൻ പറഞ്ഞതാണ് നമ്മൾ ചെയ്യേണ്ടത്. What Joel did, I'm sure that he also would have been in deep time of prayer and deep time of intercession. യോവേലും വളരെ പ്രാർത്ഥനയുടെ ഒരു ഘട്ടത്തിലും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലും ആയിരുന്നത്. So we should also enter into time of deep intercession for the people. നമ്മളും ജനങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നീണ്ട ഘട്ടത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. And when we enter into that time, നാം അങ്ങനെ ഒരു കാലത്തിലേക്ക് കടക്കുമ്പോൾ and enter into a time of deep intercession, God will give us a message to give to the people. അങ്ങനെ നമ്മള് ജനങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കാമെങ്കിൽ ജനങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ഒരു സന്ദേശം ദൈവം നമുക്ക് തരിക തന്നെ ചെയ്യും. This message will not be a very pleasant message. ചിലപ്പോ ആ സന്ദേശം എല്ലാവർക്കും ആശ്വാസം കൊടുക്കുന്ന ഒരു സന്ദേശമൊന്നും
ചിലപ്പോഴ് ഇതിനേക്കാളും കഷ്ടകരമായ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം വരാൻ പോകുന്നു എന്നുള്ളതായിരിക്കാം സന്ദേശം. But also a promise and hope for restoration when we repent and encourage others to repent and change our ways. എന്നാൽ ഒരു ഭാവി പ്രത്യാശയെക്കുറിച്ചും ആ സന്ദേശത്തിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നാമും മാത്രമല്ല, നാം പ്രേരിപ്പിച്ച മറ്റുള്ളവരും പശ്ചാത്തപിക്കുമ്പോൾ ദൈവം നന്മ ചെയ്യും എന്നുള്ള ഒരു സന്ദേശം. History says that Joel's book was cherished so much by the people of God. ദൈവജനം വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് യോവേൽ പ്രവചനം എന്ന് ചരിത്രം പറയുന്നുണ്ട്. That's why we have it today with us, because they made copies and circulated and cherished the promise of the time to come. അതുകൊണ്ടാണ് ഇന്ന് ഈ പുസ്തകം നമ്മളുടെ കയ്യിലും ലഭിച്ചിരിക്കുന്നത്. അവരതിന്റെ കോപ്പികളൊക്കെ എടുത്ത് വരാനുള്ള കാലത്തേക്ക് വേണ്ടി അത് സംരക്ഷിച്ചത് കൊണ്ട്. So infuse hope in the system by what God is going to do next. ദൈവം ഇനിയും ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ ജനങ്ങളിലേക്ക് പ്രത്യാശ കടത്തിക്കൊടുക്കുക, അവരുടെ ഹൃദയത്തിലേക്ക് പ്രത്യാശ എത്തിച്ചു കൊടുക്കുക. If there is one, in March is a month when we all talk about deficits. മാർച്ച് മാസത്തിലൊക്കെ നമ്മൾ സാധാരണ ധനപരമായിട്ടുള്ള കുറവുകളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. If the world is in deficit today, it is a hope deficit that is there on the country today and all over the world. നമ്മുടെ രാജ്യത്തും ലോകത്തെമ്പാടുമുള്ള ഇന്നത്തെ കമ്മി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ കുറവ് എന്ന് പറയുന്നത് ഒരു പ്രത്യാശയിലുള്ള ഒരു വലിയ കുറവാണ്. And who can give hope to the community? അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് പ്രത്യാശ നൽകാൻ കഴിയുന്നവർ ആരാണ്? Who can tell to the people, I will repay you for the years the locusts have eaten and the great locusts have eaten. I will give you plenty to eat and until it is full. Who can give? Only an interceding Christian who receive that message to give to the community. നിങ്ങൾക്ക് തുള്ളൻ തിന്നു കളഞ്ഞതും വെട്ടുക്കളിൽ നിന്ന് കളഞ്ഞതും ഒക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സമൃദ്ധമായിട്ട് ആഹാരം ഉണ്ടാകും എന്നൊക്കെ ഒരു ഉറപ്പ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ ആർക്കാണ് കഴിയുന്നത്? അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് സന്ദേശം പ്രാപിച്ച ദൈവമക്കൾക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. The priests were not having a king which they wanted to have. Everything was in disarray when Joel was speaking. Yes, translate James Dan. Once again, brother. When we look at the context, the priests were not having a king which they wanted. It was an evil queen. It was everything going wrong. And at that time, if someone can talk that I will repay, it required a message from the Lord and faith to proclaim that hope. അന്നത്തെ പുരോഹിതന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു രാജാവായിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്ന് അവരോട് ദൈവം എല്ലാം തിരികെ തരും എന്ന് ഒരു സന്ദേശം പങ്കുവെക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പക്ഷപാതം ചെയ്ത ഒരാൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. When we pray for some civil society leaders, we also have a hope that they will be God's people to act upon in that time, and God will be using that channel. Such kind of an option of godly people in administration was not there at the time of Athaliah, and it was purely on faith. Joel could pronounce that I will repay, I will restore. ആത്മീകരായിട്ടുള്ള ചിലര് ഭരണത്തിലുണ്ടെങ്കിൽ അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനൊരു വാഗ്ദത്തം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ യോവേൽ പ്രവചിക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയില്ലായിരുന്നു. ദുഷ്ടയായ ഒരു രാജ്ഞിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോവേൽ പ്രവാചകന് ഈ വാഗ്ദത്തം കൊടുക്കുന്നത്, എല്ലാം തിരികെ തരും എന്നുള്ള വാഗ്ദത്തം.
And that was possible only when he was, even Joel and Jehoiada and many others were between the at the temple, in the courts, weeping and praying. അങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കാൻ കഴിയണമെങ്കിൽ യോവേലും അതുപോലെ തന്നെ അന്നത്തെ യഹോയാദ പുരോഹിതനും ഒക്കെ തന്നെ ആ ഭൂമുഖത്തിനും യാഗപീഠത്തിനും മധ്യത്തു നിന്ന് കരഞ്ഞു നിലവിളിച്ച് ദൈവത്തോട് പക്ഷപാതം ചെയ്താൽ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. As an exercise, I wish we take a piece of paper and write about what all things we need to repent in our personal lives, in the life of our family, in the life of our churches, in the life of our nation. And if you list down, I would say that any godly person will be able to rend their heart, tear their heart and pray, God forgive us. ഒരു എക്സസൈസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എല്ലാവരും ഒരു പേപ്പർ എടുത്ത് എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ കുടുംബമായ ജീവിതത്തിലും രാജ്യം എന്നുള്ള നിലയിലും ഒക്കെ തന്നെ എന്തൊക്കെയാണ് കുറവുകള്, കുറ്റങ്ങള്, പാപങ്ങള് ഉണ്ടായിട്ടുള്ളതെന്ന് കുറിച്ചു വെച്ച് അത് ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയങ്ങളെ കീറി തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമായിരുന്നു. And when we do that, I'm sure that the Lord will forgive not just us but also our nation, and will be able to claim this promise that God will visit us again. അങ്ങനെ നമ്മൾ ചെയ്തിരുന്നുവെങ്കിൽ ദൈവം നമ്മളോട് മാത്രമല്ല നമ്മുടെ ദേശത്തോടും ക്ഷമിക്കുകയും ഇങ്ങനെ നമുക്കൊരു അനുഗ്രഹീതമായ സന്ദേശം ലഭിക്കുകയും ചെയ്യുമായിരുന്നു. But that's not the end. That physical restoration for a limited time was not the end. It is written that Joel is getting a clear picture of the times to come. That is the day of the Lord when people of God, that is the restoration that which we can read from chapter 2 verse 28 onwards. യോവേല് രാഷ്ട്രം എന്നുള്ള നിലയിൽ ആ വെട്ടുക്കിളിയുടെ കാലത്തുണ്ടായ നാശനഷ്ടങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് ഒരു ഭൗതിക പുനഃസ്ഥാപനം മാത്രമല്ല മുന്നിൽ കണ്ടത്. അതിലുപരിയായിട്ട് കർത്താവിന്റെ നാളില് തന്റെ ജനത്തിന് വരാൻ പോകുന്ന വലിയ ആത്മീക അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ താൻ മുൻകണ്ടിരുന്നു. 2:28 തൊട്ട് നമ്മൾ അത് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. That portion which suddenly the Spirit of God reminded Peter to tell on the day of Pentecost. പെന്തക്കോസ്ത് നാളില് ഈ ഭാഗമാണ് പത്രോസിന് ദൈവം ഹൃദയത്തില് അവരോട് സംസാരിക്കാനായിട്ട് സംവാദിക്കാനായിട്ട് വെളിപ്പെടുത്തി കൊടുത്തത്. So when we intercede, we will receive his message for the time, immediate time, and even the time to come as his plan. നമ്മള് ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിലേക്കുള്ള സന്ദേശം മാത്രമല്ല ബഹുകാലത്തേക്കുള്ള സന്ദേശം ദൈവം നമ്മളുടെ ഹൃദയത്തിൽ നൽകും. And the beauty of the alignment of God's scripture, all these pre-exilic prophets, they all will one way or the other point towards the time to come, that the ultimate restoration which God is going to do for the planet and people. ഈ പ്രവാസകാലത്തിന് മുമ്പുള്ള പ്രവാചകന്മാരെല്ലാം പറയുമ്പോൾ അവരെ മുന്നോട്ട് നോക്കി ഈ പ്രപഞ്ചത്തിന് തന്നെ വരാൻ പോകുന്ന ഒരു വലിയ വീണ്ടെടുപ്പ്, പുനഃസ്ഥാപനത്തെ കുറിച്ചുള്ള ദർശനങ്ങളായിരുന്നു അവരെല്ലാം വെളിപ്പെടുത്തിയിരുന്നത്. Today, even in our worship, one of our brothers was talking about Romans chapter 26, or rather Romans chapter 8, when we groan in spirit along with the creation, God's answer coming. കഴിഞ്ഞ ദിവസം ആരാധനയുടെ മധ്യത്തില് റോമാലേഖനം 8:26 ഒരു സഹോദരൻ ഉദ്ധരിക്കുകയായിരുന്നു. ഈ പ്രകൃതി മുഴുവന് വീണ്ടെടുപ്പിനായിട്ട് ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുക. So let us intercede for the time which we are in. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്തപ്പെട്ടിരിക്കുന്ന ഈ കാലത്ത് നമുക്ക് പക്ഷപാതം ചെയ്യാം. And then we will become people of hope in our generation. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലമുറയിൽ നമ്മൾ പ്രത്യാശയുടെ ജനങ്ങളായിട്ട് മാറും. That's our calling for the time to come. വരാനുള്ള കാലത്ത് നമ്മുടെ വിളി അതിനായിട്ടാണ്.
So may I sum up this in telling we are called to be people of hope in this time of pestilence. ഞാൻ ചുരുക്കട്ടെ, ഇങ്ങനെയുള്ള മഹാവ്യാധിയുടെ കാലത്ത് നമ്മളാണ് പ്രത്യാശയുടെ ജനങ്ങൾ ആയിരിക്കേണ്ടത്. May the Lord help us to be people who would infuse that hope in the system. സമൂഹത്തിലേക്ക് ആ വലിയ പ്രത്യാശ കുത്തിവെക്കുന്ന ഒരു സമൂഹമായിട്ട് ദൈവജനത്തിന് മാറാൻ കഴിയട്ടെ. That's what each of the prophets of the Old Testament has done. അതാണ് പഴയ നിയമത്തിലെ ഓരോ പ്രവാചകന്മാരും ചെയ്തത്. One by one, let us study that at this period of time. ഒന്നൊന്നായിട്ട് നമുക്ക് ആ പ്രവചനങ്ങളെ പഠിക്കാൻ ഇടയാകട്ടെ. Let us be people like Habakkuk and Amos and all who cried out, Lord, how long? And then receiving the prophecy for the time to come and infusing that hope into the system of the communities which we live. ആമോസിനെയും അതുപോലെ ഹബക്കൂക്കിനെയും പോലെ കർത്താവെ എത്രത്തോളം എന്ന് നിലവിളിച്ച് കരഞ്ഞ് ദൈവത്തിൽ നിന്നൊരു സന്ദേശം പ്രാപിച്ച് ജനത്തിന് പ്രത്യാശ പകരുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് മാറാം. That's our promise also, that when we receive the Holy Spirit, പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ നമുക്ക് ലഭിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യവും അത് തന്നെയാണ്. In the very passage which we studied, it is written that I will pour out and we will become people who will declare His glory, that is prophets for our times, our sons and daughters prophesying the prophethood of all believers. ഈ വചനത്തിൽ തന്നെ പറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ പുത്രന്മാരും പുത്രിമാരും ഒക്കെ പ്രവാചകന്മാരാകുമെന്നാണ്. അതായത് നമ്മളെ സമൂഹത്തിന്റെ പ്രവാചകന്മാരായിട്ട് ദൈവം മാറ്റും എന്നുള്ളതാണ്. We all often talk about the priesthood of all believers. നമ്മൾ പലപ്പോഴും വിശ്വാസികളുടെ പൗരോഹിത്യത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട്. That is there in Peter, that we are called to be his people, the royal priesthood. But it is in the same verse in Peter, it is written that they will declare his glory and to the wonderful light to come. So a prophethood of all believers is also intended in the same verse, which is coming here in Joel 2. 1 പത്രോസ് 2:9 നമ്മളെ പുരോഹിതന്മാരാക്കും എന്നുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ആ വാക്യം അവസാനിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നവര് എന്നുള്ള ഒരു ജോലി വിശ്വാസികൾക്ക് അവിടെ ദൈവം കൊടുത്തായിട്ട് കാണുന്നു. അത് വാസ്തവത്തില് നമ്മുടെ പ്രവാചകര് എന്നുള്ള നമ്മുടെ സ്ഥാനത്തെയാണ് കാണിക്കുന്നത്. ആ വാക്യത്തില് അത് വളരെ വ്യംഗ്യമായിട്ട് ദൈവാത്മാവ്, എന്നാൽ വ്യക്തമായിട്ട് ദൈവാത്മാവ് സൂചിപ്പിച്ചിട്ടുണ്ട്. Let's assume our role to be like the prophets of the Old Testament, interceding, crying out and receiving the message and become prophets of our time. പ്രിയപ്പെട്ടവരെ, നമുക്കും പഴയ നിയമ പ്രവാചകന്മാരെ പോലെ ജനങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവരായിട്ട്, ജനങ്ങൾക്കുള്ള സന്ദേശം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവരായിട്ട്, അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നവരായിട്ട് തീരാം. May the Lord bless each of us. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.